സതീശനും കൂട്ടു നടത്തുന്ന കേരളത്തിൽ നടത്തുന്ന തീക്കളിയാണ്. ഈ തീക്കളി അവസാനിപ്പിച്ചില്ലെങ്കിൽ കോൺഗ്രസുകാർക്ക്, യൂത്ത് കോൺഗ്രസുകാർ, KSUക്കാർക്ക് കേരളത്തിൽ വഴിനടക്കുവാൻ വേണ്ടി കഴിയില്ല എന്ന് പ്രഖ്യാപിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നാക്കെടുത്താൽ കള്ളത്തരം മാത്രം പറയാൻ വാതുറക്കുന്ന VD സതീശൻ കാണിക്കുന്ന ഈ തോന്നിയവാസത്തിനെ നമ്മൾ പ്രതിഷേധിക്കുക തന്നെ വേണം. കേരളത്തിൽ LDF ഗവൺമെന്റ് 10 വർഷക്കാലം പൂർത്തിയാക്കാൻ വേണ്ടി പോകുമ്പോൾ അധികാരക്കൊതിമൂത്ത UDFും കോൺഗ്രസും യാതൊരു തത്വദീക്ഷയില്ലാത്ത സമരമാർഗങ്ങൾ സ്വീകരിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും സമരമല്ല, സമരവാസമാണ് നടക്കുന്നത്. നമുക്കറിയാം, കേരളം ഇന്ന് എല്ലാ കാര്യങ്ങളും നമ്പർ 1 ആരോഗ്യമേഖലയിൽ ഇത്രയേറെ മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കുന്ന വേറെ സംസ്ഥാനം ഇന്ന് ഇന്ത്യയിലില്ല. ആ നിലയിൽ ആരോഗ്യരംഗത്തെ മാറ്റിമറിച്ച LDF ഗവൺമെൻറ്റിനെയും വീണ ജോർജ് വരെ കരുതിക്കൂട്ടിയുള്ള ആക്രമണമാണ് കേരളത്തിലെ, ഇന്ത്യയിലെ സ്വകാര്യ ആശുപത്രി ലോബികൾക്ക് വേണ്ടി, കുത്തകൾക്ക് വേണ്ടി യൂത്ത് കോൺഗ്രസും KSUവും ഏറ്റെടുത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ ലക്ഷ്യം വെച്ചുകൊണ്ട്, കേരളത്തിലെയും ഇന്ത്യയിലെയും കുത്തകളെ സഹായിക്കുവാൻ ആരോഗ്യമേഖലയെ ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളത്തിലെ സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്ക്, തൊഴിലാളികൾക്ക് ഏറെ ആശ്വാസകരമായിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ സൗജന്യമായി ചികിത്സ തേടുന്ന, സൗജന്യമായി ലഭിക്കുന്ന കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗമാകെ തകർക്കുവാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായി ആരോഗ്യമേഖലയുണ്ടാകുന്ന ഒറ്റപ്പെട്ട പ്രശ്നങ്ങളെ ഊതിവരിപ്പിച്ചുകൊണ്ട് ആരോഗ്യമേഖല ആകെ കുഴപ്പമാണ് വരെ തീർത്തുകൊണ്ട് കോൺഗ്രസും UDFും സമരരംഗത്ത് നിൽക്കുകയാണ്. നമുക്കറിയാം, അത് സമരമല്ല, സമരാഭാസമാണ്. സ്വാഭാവികമായി ഗവൺമെൻറ്റിനെ പ്രതിഷേധിക്കുണ്ടാകാം, പക്ഷേ ഞങ്ങളും പ്രതിഷേധിച്ചിട്ടുണ്ട്, UDF ഭരിക്കുമ്പോൾ പ്രതിഷേധിച്ചിട്ടുണ്ട്, കരിങ്കൊടി കാട്ടിയിട്ടുണ്ട്, മന്ത്രിമാരെ തടഞ്ഞിട്ടുണ്ട്. എന്നാൽ LDFോ DYFIയോ SFIയോ ഏതെങ്കിലും സംഘടന കേരളത്തിലെ UDFിൻ്റെ ഏതെങ്കിലും ഒരു മന്ത്രിമാരെ ആക്രമിച്ച ചരിത്രമുണ്ടായിട്ടില്ല. എന്നാൽ ഇന്ന് കാണുന്ന ഒരു വനിതാ മന്ത്രി വീണ ജോർജ്, ഏറ്റവും മിടുക്കിയായ മന്ത്രി, ആ വീണ ജോർജിനെ കണ്ണൂർ വെച്ചിട്ട്, അതും ഔദ്യോഗിക പരിപാടിയിലല്ല, ഔദ്യോഗിക പരിപാടി കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് തിരിക്കുന്നതിന് വേണ്ടി ട്രെയിനിൽ കയറുന്ന സമയത്താണ് യൂത്ത് കോൺഗ്രസുകാർ വീണ ജോർജിനെ ആക്രമിച്ചുള്ളത്. കരുതിക്കൂട്ടിയുള്ള ഗൂഢാലോചനയാണ്, കാര്യത്തിൽ തർക്കമില്ല. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കണ്ണൂർ വെച്ച് യൂത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരും കൂടെ കരിങ്കൊടി കാണിക്കുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്ത ഒരു ഇതിലാണ് നമ്മൾ ഇന്ന് ഇവിടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ നമ്മുടെ 10 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം നടന്ന് ഏറ്റവും നല്ല ഭരണമാണെന്നും ഏത് ജനങ്ങൾക്കും ഏത് ആളുകൾക്കും ഉറക്കെ പറയാവുന്നതും ആയിട്ടുള്ള ഒരു ഭരണം കാഴ്ചവെക്കുമ്പോൾ ഇപ്പോൾ അടുത്ത ഒരു ഇലക്ഷൻ്റെ ഒരു സമയത്തിലേക്ക് എത്തുകയാണ്. ആ സമയത്ത് ഔദ്യോഗിക പരിപാടിയും കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിന് വേണ്ടി ട്രെയിനിൽ കയറാൻ തുടങ്ങുമ്പോൾ ഈ ഒരു ഉപദ്രവം, അതൊരു വനിതയാണെന്ന് പോലും നോക്കാതെ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ കാലങ്ങളിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ DYFI ആയാലും SFI ആയാലും CPM ആയാലും മഹിളാ അസോസിയേഷൻ ആയാലും ഒരാളുകൾ പോലും ഒരു മന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിക്കാം, എല്ലാ പ്രതിഷേധങ്ങളും എല്ലാവർക്കും ചെയ്യാൻ അവകാശമുണ്ട്. പക്ഷേ ഒരിക്കലും ഉപദ്രവിക്കുക എന്ന് പറയുന്നത് ഒരു അവകാശമായിട്ട് എടുക്കാതെ യൂത്ത് കോൺഗ്രസ്സുകാരെ ആയാലും KSUക്കാരെ ആയാലും പറഞ്ഞുവിടുന്ന UDFിൻ്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കാണിക്കുന്ന, നാക്കെടുത്താൽ കള്ളത്തരം മാത്രം പറയാൻ വാതുറക്കുന്ന VD സതീശൻ കാണിക്കുന്ന ഈ തോന്നിയവാസത്തിനെ ഇതൊരു പ്രതിഷേധമാണ്. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ വീണ്ടും അധികാരത്തിലെത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സമരാവസരങ്ങൾ നടത്തുകയാണ് കോൺഗ്രസും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും KSU അടക്കമുള്ള സംഘടനകൾ. പ്രതിപക്ഷ നേതാവാണെങ്കിൽ നാക്കെടുത്താൽ നുണ മാത്രം പ്രചരിപ്പിച്ചുകൊണ്ട് ഈ നാട്ടിൽ ജാഥ നടത്തുന്നുണ്ട്. ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് വീണ ജോർജിൻ്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ റീത്ത് സമർപ്പിക്കുന്ന സമരവാസമുണ്ടായി. സമരത്തിനൊന്നും ഇവിടെ സഖാക്കൾ സൂചിപ്പിച്ചതുപോലെ സമരത്തിനൊന്നും ആരും എതിർപ്പല്ല, പക്ഷേ സമരത്തിനൊരു മാന്യതയുണ്ട്. ഇവിടെ നടക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും നേതൃത്വത്തിലുള്ള സമരാഭാസം ആണ് നടത്തുന്നത്. അങ്ങനെ സമരാഭാസം നടത്തി ഈ കേരളത്തിലെ അക്രമാസക്തമാക്കിയാൽ DYFIയും SFIയും അതുപോലെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും നേതൃത്വത്തിൽ കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാക്കന്മാർക്കും തെരുവിലിറങ്ങി നടക്കാത്ത രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ ആർജവമുള്ളതാണ് DYFIയും അതുപോലെ തന്നെ SFIയും അതുപോലെ തന്നെ പാർട്ടി അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ. അതുകൊണ്ട് സമരങ്ങൾ നടത്തുന്ന, സമരാഭാസം നടത്തുന്ന ഇത്തരം സംഘടനകളെ നിലയ്ക്ക് നിർത്താൻ അധികാരികളും അതുപോലെ തന്നെ ഉത്തരവാദപ്പെട്ട കോൺഗ്രസിലെ നേതാക്കന്മാർ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ ശക്തമായ പ്രതിഷേധം ഇനിയും ഈ കേരളത്തിൽ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും DYFI കൊട്ടാരക്കര ബ്ലോക്ക് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദം ചെയ്തുകൊണ്ട് ഞാൻ വർത്തമാനം അവസാനിപ്പിക്കുന്ന അഭിവാദ്യങ്ങൾ. കേരളത്തിൻ്റെ ചരിത്രത്തിലേക്കുള്ള ഏറ്റവും വലിയ ഗവൺമെൻറ്റായി, ജനാധിപത്യ ഗവൺമെൻറ്റായി
കേരളം രണ്ടാം പിണറായി സർക്കാർ ഭരിക്കുമ്പോൾ അതിലെ മികവുറ്റ മന്ത്രിയായിട്ടുള്ള ആരോഗ്യമന്ത്രിയായിട്ടുള്ള വീണ ജോർജിനെതിരെ അക്രമം മാത്രം അഴിച്ചുവിടാൻ തയ്യാറായിക്കൊണ്ട് KSUവിൻ്റെ ചെമ്മാടികൾ തഞ്ഞുഞ്ഞിറങ്ങിയിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ജനാധിപത്യപരമായി ഓരോ ആളുകളുടെ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾക്കകത്തേക്ക് നിരന്തരം ഇടപെട്ടുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സർക്കാരിനെ വലിയ രീതിയിലേക്ക് ആക്ഷേപിക്കുവാനും നാണം കെടുത്തുവാനും ഈ തിരഞ്ഞെടുപ്പുള്ള ഘട്ടത്തിൽ പുകമറ സൃഷ്ടിക്കുവാനും വേണ്ടി തയ്യാറായിട്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെ അജണ്ടയുടെ ഭാഗമായി നാട്ടിലാകെ അക്രമം നടത്തിയും ഈ കേരളത്തിൻ്റെ അകത്തേക്കുള്ള മുഖ്യമന്ത്രിയും മന്ത്രിമാരുമെല്ലാം മോശമാണ് തെറ്റിദ്ധരിപ്പിക്കാൻ നിലനിൽക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനം നടത്താൻ തുടങ്ങിയിട്ട് കുറച്ചധികം നാളുകളായി. അതിനെതിരെ ഇത്തരത്തിലേക്കുള്ള നാറിയ സമരങ്ങൾക്കൊന്നും നമ്മളെതിരല്ല. ഇത്തരത്തിലേക്കുള്ള നാറിയ സമരങ്ങൾ നടത്തി നമ്മുടെ ഓരോ നേതാക്കന്മാരെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് മുന്നേറാൻ വേണ്ടിയിട്ട് ഇന്ന് ഈ കേരളത്തിൻ്റെ അകത്തേക്ക് KSUവിൻ്റെ തെമ്മാടികളും യൂത്ത് കോൺഗ്രസിൻ്റെ തെമ്മാടികളും തയ്യാറാവുകയാണെങ്കിൽ അതിനെതിരെ ജീവൻ കൊടുത്ത് പ്രതിരോധിക്കാൻ ഇവിടുത്തെ SFIയും DYFIയും യുവജന പ്രസ്ഥാനങ്ങളും ഇടതുപക്ഷവും തയ്യാറാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ വരുന്ന പ്രവർത്തകരെയും SFI കൊട്ടാരക്കര ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി ഇടത് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹാക്കളെ അഭിവാദനം ചെയ്യുന്നു.